നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പ്രഗ്നൻസിയിൽ ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതും നോർമൽ ഡെലിവറിക്ക് സഹായിക്കുന്നതുമായിട്ടുള്ള കുറച്ച് എക്സസൈസിനെ പറ്റിയാണ്. ഞാൻ പ്രഗ്നൻസിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് എക്സസൈസുകളാണിത്. പ്രഗ്നൻസിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമ്മുടെ ഡോക്ടറിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ചിലർക്ക് റെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഡോക്ടറിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡോക്ടർ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എല്ലാം നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസുകളെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സസൈസിൻ്റെ വീഡിയോ ഞാൻ ശരിക്കും പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തതല്ല. നമ്മൾ ജസ്റ്റ് പാർക്ക് വരെ പോയപ്പോൾ ആ ഒരു സമയത്ത് എടുത്തതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മൊബൈലിൽ ഇതുപോലെ കയ്യിലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്താണെങ്കിലും ഞാനതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഡെലിവറിക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഡെലിവറി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ അതുകൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ ഞാൻ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും വീട്ടിൽ തന്നെ വെച്ചിട്ടായിരിക്കുമല്ലോ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മാറ്റ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ്. അപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 1-2 ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ മസിലിനൊക്കെ നല്ല പെയിൻ കാണും. അത് പക്ഷേ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ എക്സസൈസുകളൊക്കെ ചെയ്തു തുടങ്ങിയത് 36 വീക്സ് കംപ്ലീറ്റ് ആയതിനു ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്താകുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി നമുക്ക് ഏത് സമയത്ത് ഡെലിവറി നടന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ എക്സസൈസുകളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നേരത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യുക. നോർമൽ ഡെലിവറിക്ക് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് നടത്തം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും സേഫായിട്ടുള്ളൊരു എക്സസൈസുമാണ് ഈ നടത്തം. അപ്പം നമുക്കിത് തുടക്കം മുതലേ തന്നെ ചെയ്യാൻ പറ്റും. രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വെച്ച് നടക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ആ ഡെലിവറിയുടെ ടൈമൊക്കെ എടുക്കാറാകുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതലായിട്ട് നടക്കുന്നത് നല്ലതാണ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷീണം തോന്നിയാൽ കുറച്ച് നേരം ഇരുന്നിട്ട് വീണ്ടും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എക്സസൈസാണ്. അതായത് നമ്മളിത് ചെയ്യുന്നത് നിലത്ത് എന്തെങ്കിലും മാറ്റോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിലിരിക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇരുന്നിട്ട് കാലിൻ്റെ 2 പാദവും കൂടി കൂട്ടിമുട്ടുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ കൈ വെച്ച് പാദം രണ്ടും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ 2 മുട്ടും ഒരു ബട്ടർഫ്ലൈയുടെ രീതിയിൽ മേളിലേക്കും താഴേക്കും ഒരേ രീതിയിൽ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക. അതാണ് ഈ ഒരു എക്സസൈസ്. അപ്പം വയറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇപ്പോൾ പറയുന്ന രീതിയിൽ നമുക്ക് അത്ര ഈസി ആയിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ കുറച്ച് മടുത്തു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഇതുപോലെ കൈ പുറകിലേക്കാക്കി കാല് നീട്ടി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതൊരു 10-15 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പെൽവിക് ഏരിയയിലെ മസിൽസും അതുപോലെ തൈ മസിൽസൊക്കെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് സ്ക്വാട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ 2 കാലും കുറച്ച് വൈഡാക്കി വെക്കുക. അതിനുശേഷം കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മുന്നോട്ട് പിടിക്കാം. അതല്ലെങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വോളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സപ്പോർട്ടിനായിട്ട് പിടിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ പൊങ്ങുകയും താഴുകയും ചെയ്യുക. വയറ് എത്ര വരെ നമുക്ക് താഴോട്ടാക്കാൻ പറ്റുമോ അത്രയും താഴ്ത്തിയിട്ട് നമ്മൾ പൊങ്ങുകയും താഴുകയും ചെയ്യുക. അതാണ് ഈ ഒരു എക്സസൈസ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളിത് ചെയ്യുമ്പോൾ. അതുപോലെ നമ്മൾ കാലൊന്നും തെന്നിപ്പോവാതെ സ്ലിപ്പാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇതുപോലെ കൈ പിടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെയർ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ആ ചെയറിൽ പിടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു എക്സസൈസ് നമ്മുടെ ഡെലിവറി സമയത്ത് പെയിൻ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10-15 ടൈംസൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെ കൗണ്ട് ചെയ്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന അത്രയും ചെയ്യുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് വയറുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡാവും. എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. നോർമൽ ഡെലിവറിക്ക് സഹായിക്കുന്ന അടുത്ത എക്സസൈസാണ് ഡക്ക് വാക്ക്. ഇത് നമ്മുടെ പെൽവിക് ഏരിയയിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ആരുടെയും ഒരു ഹെൽപ്പ് ഉള്ളതാണ് നല്ലത്. ഇപ്പോൾ അച്ഛ കൂടെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ
അച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് ഇതുപോലെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കൈ വെച്ച് വേണമെങ്കിലും നമ്മുടെ കൈ കുത്തി വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. പക്ഷേ അതിലും നല്ലത് ആരുടെയും ഒരു ഹെൽപ്പ് ഉള്ളതാണ് നല്ലത്. ഇനി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം, ഏറ്റവും സിമ്പിളായിട്ടും സേഫായിട്ടും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ബ്രീത്തിങ്. അപ്പോൾ നമുക്കിത് തുടക്കം മുതലേ പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ അവസാനം വരെ ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ബ്രീത്തിങ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് നടുവൊക്കെ നിവർത്തി ഇരുന്നിട്ട് ഒരു മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത മൂക്കിൽ കൂടി ശ്വാസം വിടുക. ഇത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ തരുന്നതിനും നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ബ്രീത്തിങ് നമുക്ക് ഡെലിവറിയുടെ സമയത്ത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് നന്നായിട്ട് പെയിൻ വരുന്ന സമയത്ത് നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് വായിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുകയാണെങ്കിൽ നമുക്ക് വേദന കുറച്ച് കുറഞ്ഞു കിട്ടും ആ ഒരു നന്നായിട്ട് പെയിൻ വരുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡെലിവറിയുടെ സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരാളും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പുവേ ഇതുപോലെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സസൈസുകളൊക്കെ നിങ്ങളെ ഡെലിവറി സമയത്ത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.